ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇപ്പോൾ ഇന്നൊരു അടിപൊളി ഇസ്റ്റ് കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിതവിടെ 1 കിലോ ബീഫ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. കുക്കർ ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, 1 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, അതേപോലെ ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 പീസ് പട്ടാണ്, അത്യാവശ്യം വലുപ്പത്തിലുള്ള പട്ടയാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത 2-3 ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില, അതേപോലെ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പിന് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ അതാ ഞാൻ മുഴുവൻ ബീഫും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് പെരുംജീരകം പൊടിച്ചത്, അതേപോലെ ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ടേബിൾ സ്പൂണാണ് കേട്ടോ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ മഞ്ഞളില്ലാത്തത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു ഇസ്റ്റിനൊരു വൈറ്റ് കളർ കിട്ടണമെങ്കിൽ. അതിന് ശേഷം ബീഫ് മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. തേങ്ങാപ്പാലിൻ്റെ 2-3 പാലാണത്. 1-ാം പാല് തമ്പാൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പാലിൽ 2-3 പാലെടുത്തിട്ട് അതിലാണിത് വേവിച്ചെടുക്കൽ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും. അപ്പോൾ ഉപ്പൊക്കെ ഇതിലേക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് നമുക്ക് എന്ത് ചെയ്യുക, ബീഫ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ബീഫിൻ്റെ വേവൊക്കെ ഓരോരോ കുക്കറിനനുസരിച്ച് മാറ്റമായിരിക്കും കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ബീഫ് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ റെഡിയായി നന്നായി വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാ നോക്കുമ്പോൾ നല്ല രീതിയിൽ വെന്തൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ കറിയാക്കാനുള്ളതല്ലേ, അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ 2-ാം പാലും 3-ാം പാലും എടുത്തിരുന്നല്ലോ, അതിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ടേ. അപ്പോൾ അതാക്കുന്ന ഇത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയം നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ മാറ്റി വെച്ച 1-ാം പാലുണ്ടല്ലോ, കട്ടിയുള്ള 1-ാം പാല്, തമ്പാൽ എന്ന് പറയുന്ന ആ ഒരു പാലുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നത്. അത് മുഴുവൻ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു മുറി തേങ്ങ ഞാൻ ചിരകി അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പും അതേപോലെ കസ്കസ് ഉണ്ടല്ലോ, വെള്ള കസ്കസ്, അതും കൂടി ഇട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയേ. അപ്പോൾ അതും കൂടി അടിച്ചതിലേക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് ഒരു 1/2 കപ്പ് തൈരും കൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം തൈര് ചേർക്കുന്നത് കട്ട പിടിക്കാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് എന്ത് ചെയ്യാം, നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ഇനി ഞാനിതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുത്താൽ ലിസ്റ്റിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവില്ല, അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് കുരുമുളകിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഒന്നും കൂടെ നന്നാവുക. അപ്പോൾ അത് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു ചട്ടിയിൽ എന്ത് ചെയ്യുക, കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒന്ന് ഗോൾഡൻ കളറായി വന്നാൽ നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ അതേ നമ്മൾ വറവിട്ട് ആ ഒരു മിക്സ് ഇതിലേക്ക് ഇസ്റ്റ് കറിയിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ളൊരു ഇസ്റ്റ് കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞാൻ ഉച്ചക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. രാത്രി ആകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. തന്നെയല്ല നമ്മൾ മല്ലിയൊക്കെ ചേർത്തതിനും കൊണ്ട് നന്നായിട്ട് കുറുകി വരികയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.